ജനുവരി 28 മഹാവേദപാരംഗതനും വിശുദ്ധരിൽ വിജ്ഞാനിയും വിജ്ഞാനികളിൽ വിശുദ്ധനുമായ അതുല്യ പ്രതിഭാശാലിയായ ഒരു മഹാവിശുദ്ധന്റെ തിരുനാളാണ് സഭ ഇന്ന് അനുസ്മരിക്കുന്നത്, ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധന്റെ പേര് വിശുദ്ധ തോമസ് അക്വീനോസ് എന്നാണ്. അദ്ദേഹം ഇറ്റലിയിലുള്ള നേപ്പിൾസ് പട്ടണത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭു കുടുംബത്തിലാണ് ഭൂജാതനായത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അന്ന് ലഭ്യമായിരിക്കുന്ന രീതിയിൽ മുന്തിയ തരത്തിൽ തന്നെ, നല്ല നിലവാരത്തിൽ തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയും തീക്ഷ്ണ പാഠവും കണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ 11ാം വയസ്സിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി നേപ്പിൾസ് സർവകലാശാലയിലേക്ക് അയക്കപ്പെടുകയാണുണ്ടായത്. അത് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. വളരെ പ്രശസ്തമായ രീതിയിൽ അവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പ്രായം വന്നപ്പോൾ തോമസ് ഒരു സന്യാസ വൈദികനാകാൻ തീരുമാനിക്കുകയാണ്. ഈ വിശേഷം മാതാപിതാക്കന്മാരെ അറിയിക്കുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്ത സന്യാസ സമൂഹം ഡൊമിനിക്കൻ സന്യാസ കൂട്ടായ്മയാണ്. ഡൊമിനിക്കൻ സന്യാസ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഭിക്ഷാടനം ഉപജീവനമാർഗമായിട്ട് സ്വീകരിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു മെൻഡിക്കൻ ഓർഡർ ആയിരുന്നു ഡൊമിനിക്കൻ സന്യാസ സഭ. മകന്റെ തീരുമാനം കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബാംഗങ്ങൾ അതിനെ എതിർത്തു എന്ന് തന്നെയല്ല, ഒരു പ്രഭുകുമാരൻ യാചകവൃത്തി ഉപജീവനമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സന്യാസ കൂട്ടായ്മയിൽ അംഗമാകുക എന്ന വസ്തുത അവർക്ക് ചിന്തിക്കാനാവുന്നതിൽ അധികമായിരുന്നു. ഈ അവസരത്തിൽ മകനെ തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്വന്തം മാതാവ് കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. പരിശ്രമങ്ങൾ വിഫലമാകുന്നു. ആ അവസരത്തിലാണ് മറ്റു മക്കളുടെ സഹായത്താൽ തന്റെ മകനെ ആ മന്ദിരത്തിലെ ഒരു മുറിയിൽ ഇട്ട് പൂട്ടിയിടാൻ ഇടവന്നത്. ഈ കാരാഗ്രഹവാസം മകന്റെ ദൃഢനിശ്ചയത്തിന് മാറ്റം വരുത്തും എന്ന നിഗമനത്തിലായിരുന്നു അമ്മ അതിന് തയ്യാറായത്. 2 കൊല്ലക്കാലത്തോളം കാരാഗ്രഹവാസം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു എന്ന് വരികിലും മകന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും അവർക്ക് കാണാൻ സാധിച്ചില്ല. ആ അവസരത്തിലാണ് ഒരു മാതാവും ചെയ്യാൻ ആഗ്രഹിക്കാത്തതും ചെയ്യാൻ തുനിയാത്തതുമായിട്ടുള്ള ഒരു വലിയ സാഹസം, ഒരു ദുഷ്ടകൃത്യം എന്ന രീതിയിൽ തന്നെ സ്വന്തം മാതാവ് ആ നഗരത്തിലെ കുപ്രസിദ്ധയായിട്ടുള്ള ഒരു വേശ്യയെ തേടിപ്പിടിച്ച് മകന്റെ മുറിയിലിട്ട് അടയ്ക്കുന്നു. അവളുടെ ചേഷ്ടകളും അവളുടെ പ്രവർത്തന മാർഗങ്ങളും കൊണ്ട് മകൻ സന്യാസവൃത്തിയിൽ പോകുന്നതിനുള്ള ആഗ്രഹത്തിൽ നിന്ന് പിന്തിരിയും എന്നുള്ളതായിരുന്നു അമ്മയുടെ കണക്കുകൂട്ടൽ. ആ വേശ്യയുടെ സാന്നിധ്യം സഹിക്കാവുന്നതിലപ്പുറമായി തോമസിനെ അനുഭവപ്പെട്ടപ്പോൾ ആ മുറി ചൂടാക്കുന്നതിന് വേണ്ടി ആ നാട്ടിൽ സർവ്വസാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന അടുപ്പ് ഫർണസിൽ നിന്ന് കത്തിയെരിയുന്ന ഒരു തീക്കൊള്ളിയെടുത്ത് ഈ വേശ്യയെ ഓടിക്കുകയാണ് ചെയ്തതെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവം ഈ പ്രവൃത്തി അംഗീകരിച്ചതായിട്ടും പിന്നീടുള്ള ജീവിതത്തിലൂടെ അത് ദൃശ്യമാക്കാനിട വന്നു. ഒരു തരത്തിലും മകന്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് അണുകിട വ്യത്യാസം വരുത്താൻ ഈ തരം പ്രവർത്തനങ്ങൾക്കൊന്നും സാധിക്കാതെ വന്നപ്പോൾ മകന്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കാൻ അവർ നിർബന്ധിതമായി. മകൻ ഡൊമിനിക്കൻ സന്യാസഭയിൽ ചേരുകയും മുറപ്രകാരമുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം 1250 25ാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയും തീക്ഷ്ണപാഠവും ആ കാലത്ത് പ്രസിദ്ധമായിരുന്നു എന്ന് തന്നെയല്ല, 8 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വിടർന്ന് പുഷ്പിക്കാനിടവന്ന നിത്യസനാതനമായ സത്യങ്ങളാണ്
ഇന്നും വൈദികരുടെ പഠന പ്രക്രിയയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം രചിച്ചിട്ടുള്ള പല പുസ്തകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് സൂമ തിയോളോജിക്ക എന്ന പ്രാമാണിക ഗ്രന്ഥമാണ്. അത് ദൈവശാസ്ത്ര പഠനങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് അതിൽ തന്നെ ഒരു ലൈബ്രറി ആണ് എന്ന് പറയാം, ഒരു പുസ്തകം എന്നല്ല. അത്രയും വിപുലവും അത്രയും ഗഹനവുമായിട്ടുള്ള പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പുസ്തക സമുച്ചയമാണ് ഇന്നും ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം പ്രാമാണികത്വം കൽപ്പിക്കാവുന്ന പഠനങ്ങളാണ് അദ്ദേഹം ലോകത്തിന് സഭയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന്. അക്കാലത്ത് നടന്ന ലിയോൺസ് സുനഹദോസിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ട് അദ്ദേഹം ഒരു എക്സ്പെർട്ട് എന്ന രീതിയിൽ, വിദഗ്ധൻ എന്ന രീതിയിൽ അത് സംബന്ധിക്കുന്നതിന് വേണ്ടി പോകുന്ന അവസരത്തിലാണ് ഒരു പനി പിടിപെട്ട് അദ്ദേഹം ചികിത്സയിലായിരിക്കുന്ന അവസരത്തിൽ മരണമടയുന്നത്. 1274 അദ്ദേഹം മരിക്കുമ്പോൾ വെറും 49 വയസ്സ് പ്രായമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. രോഗശൈലിയിൽ മരണത്തിനോട് അടുത്ത നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് തിരുപ്പാതയം നൽകുന്നതിനു വേണ്ടി കടന്നു വന്ന വൈദികനിൽ നിന്ന് വിശ്വാസത്തിന്റെ തീവ്രതയാൽ തന്നെ തിരുപ്പാതയം ഉൾക്കൊണ്ടുകൊണ്ട് മരണത്തിനു മുമ്പ് തോമസ് അക്വിനാസ് പറയുകയാണ്, ഞാനിപ്പോൾ സ്വീകരിച്ച ആ ദിവ്യകാരുണ്യത്തിൽ യേശു സത്യമായിട്ടും സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുള്ള വസ്തുതകളിൽ എന്തെങ്കിലും അപാകതകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തിരുസഭയുടെ അധ്യാപനാധികാരത്തിന് ഞാൻ അവയെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത്. ദിവ്യകാരുണ്യത്തിനോടുള്ള അദ്ദേഹത്തിന്റെ അത്യപൂർവമായിട്ടുള്ള ഭക്തി സ്നേഹം നിതരാം വെളിവാക്കപ്പെടുന്ന ഒന്നാണ് അദ്ദേഹം വിരചിച്ചിട്ടുള്ള തദൈവം എന്ന് പറയുന്നതും സുറിയാനി ഭാഷയിൽ ലാഹാലാഹ എന്ന് പറയുന്നതും മലയാളത്തിൽ സ്തോത്രഗീതം എന്ന് നാം വിളിക്കുന്നതുമായിട്ടുള്ള ആ പ്രാർത്ഥനാ ഗാനം നാം ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും വളരെയേറെ പ്രസിദ്ധന്മാരും വിജ്ഞാനികളും സഭയിലെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് വരികിലും ഇദ്ദേഹത്തിന്റെ സംഭാവനയെ വെല്ലുന്ന ഒരു സംഭാവന സഭയ്ക്ക് ദൃശ്യമാകാൻ ഇടവന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും പാണ്ഡിത്യവും ഇത്രയും പ്രാമാണികത്വവും അവകാശപ്പെടാവുന്ന ഒരു വ്യക്തിയാണ് എന്ന് വരികിലും ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയിൽ പ്രതിഫലിച്ചിരുന്നില്ല. വളരെ നിഷ്കളങ്കനായിട്ടുള്ള, വളരെ ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാക്കുക. അതിനൊന്നാം തരം ഒരു ഉദാഹരണമാണ് ഒരിക്കൽ അദ്ദേഹം പഠനമുറിയിലായിരുന്ന അവസരത്തിൽ കൂട്ടുകാര്, വൈദികര് ചിലർ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ കളിയാക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും വേണ്ടി കൂടെ തന്നെ അദ്ദേഹത്തിനോട് പറയുകയാണ്, തോമസേ, ദാ പുറത്ത് ആകാശത്തിൽ കൂടെ ഒരു കാള പറക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ തോമസ് പുസ്തകം മടക്കി വെച്ച് പഠനമുറിയിൽ നിന്ന് പുറത്തു വന്ന് പറക്കുന്ന കാളയെ കാണാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രവർത്തനം കണ്ട് കൂട്ടുകാരെ പൊട്ടിച്ചിരിച്ച് കളിയാക്കി ചിരിച്ച് പരിഹാസത്തോടു കൂടി തോമസിനോട് പറയാ, പൊട്ട, നീ ഇത്രയും പൊട്ടനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഒരു കാള പറക്കും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ഇത്രയും പോഷത്തരം കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതിന് ഉത്തരം എന്ന രീതിയിൽ തോമസ് അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, ഒരു സന്യാസി ജീവിതത്തിൽ നുണ പറയുന്നു എന്ന് വിശ്വസിക്കുന്നത് ആണ് എനിക്ക് ദുഷ്കരമായിട്ടുള്ളത്. അതിനേക്കാൾ എളുപ്പമാണ് കാള പറക്കുന്നു എന്നുള്ളതിൽ വിശ്വസിക്കാൻ ഇടവരുന്നത് എന്നാണ് അദ്ദേഹം ഉത്തരമായിട്ട് നൽകിയത്. ഇതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഹൃദയ നൈർമല്യം,
വക്രതയില്ലാത്ത സമീപന രീതി, അതിന് ദൈവത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു സുഹൃതമാണത്. നിഷ്കളങ്കതയോടുകൂടെ നിർമ്മലമായ രീതിയിൽ ജീവിക്കാനിടവരിക. ദൈവം തന്നിട്ടുള്ള ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഒരു തരത്തിലും കൗശലങ്ങളും സൂത്രങ്ങളും ജീവിതത്തിൽ കാണിക്കാതെ ഹൃദയ നൈർമല്യത്തോടുകൂടി വിട പറഞ്ഞ വിശുദ്ധ തോമാസ് അക്വീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹം നമുക്കായിട്ട് നൽകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുനാളിൻ്റെതായിട്ടുള്ള മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു.